നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു ദേശീയ പാർട്ടി അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, CPM ആണ്. ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വളരെ സുപ്രധാനവും വിപ്ലവാത്മകവുമായ കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ അതിലെ കാര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെങ്കിലും കുറഞ്ഞപക്ഷം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ പ്രകടന പത്രികയിലൂടെ വിശദമായി നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും സംശയം തോന്നാം, ഇത് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയാണോ എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് CPMന്റെ മാത്രം പ്രകടന പത്രികയാണ്. അതായത് അടുത്ത പ്രാവശ്യം CPM ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളത്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഇന്ത്യയുടെ സിരകളിൽ വർഗീയ വിഷം കുത്തിവെക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മൂക്കുകയറിടാൻ CPMനോളം ശക്തി ഇന്ത്യയിൽ നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. അതിനാൽ തന്നെ CPM അധികാരത്തിലെത്തുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് വെറും 272 സീറ്റുകളാണ്. CPM ഇന്ത്യയിലൊട്ടാകെ 30 സീറ്റുകളിലോളം മത്സരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ 30 സീറ്റുകളും വിജയിച്ചു കഴിയുമ്പോൾ CPMന്റെ പ്രകടന പത്രികയിൽ ആകൃഷ്ടരായ മറ്റു ചെറിയ ദേശീയ പാർട്ടികൾ CPMന് പിന്തുണ നൽകും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നമുക്ക് പ്രകടന പത്രികയിലെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തേത് UAPA പോലുള്ള കരിനിയമം റദ്ദാക്കും എന്നുള്ളതാണ്. UAPA എന്നാൽ അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് ട്രെയിനിൽ പെട്രോൾ ബോംബ് എറിഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ആ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഒരു വകുപ്പാണ് UAPA. അതുപോലെ രണ്ടാമത്തെ സംഭവം യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ ഹാളിൽ ബോംബ് വെച്ച സംഭവമാണ്. അതിലും പ്രതിക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളിലും കുറച്ചാളുകൾ പൊള്ളലേറ്റ് മരിച്ചിരുന്നു. UAPA ചുമത്തിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ ഇത്തരം നിസ്സാര കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെയൊക്കെ ഇങ്ങനെ തുറങ്കലിലടച്ച് പീഡിപ്പിക്കുന്നത് CPM പോലെ മനുഷ്യസ്നേഹമുള്ള ഒരു പാർട്ടിക്ക് കണ്ടു നിൽക്കാനാവില്ല. മനുഷ്യനാകണം എന്ന പാട്ടിൻ്റെ അന്തസത്തത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ CPM പിൻവലിക്കുന്നത്. രണ്ടാമത്തേത് PMLA നിയമത്തെക്കുറിച്ചാണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഇത് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഉടനെ റദ്ദു ചെയ്യും. തൽഫലമായി കള്ളപ്പണം വെളുപ്പിക്കൽ ഒരു കുറ്റമല്ലാതായി മാറും. അതോടെ ED ഒരു ചിറകൊടിഞ്ഞ പക്ഷിയായി മാറുമെന്ന് മാത്രമല്ല, സഹകരണ ബാങ്കിലേക്ക് ഭരണസമിതിക്ക് ഭയം കൂടാതെ ഭരണം നടത്താൻ സാധിക്കും. അതുവഴി സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനും നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചെടുക്കാനും കഴിയും. പിന്നെയുള്ളത് ഗവർണർമാരാണ്. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായി ഗവർണറെ നിയോഗിക്കുന്ന പ്രക്രിയയിൽ മാറ്റം വരുത്തും. അതായത് അതാത് സംസ്ഥാനങ്ങളിലെ ഒരു സമിതി തന്നെയായിരിക്കും ഗവർണർമാരെ നിയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾ ഗവർണർമാരായി വരുമെന്ന് ചുരുക്കം. പിന്നെ ബില്ലുകളിൽ പെട്ടെന്ന് ഒപ്പുവയ്ക്കും. അതോടുകൂടി നിയമം പെട്ടെന്ന് പാസ്സാകും. സർക്കാർ നിർമ്മിക്കുന്ന അനേകം ജനക്ഷേമകരമായ നിയമങ്ങൾ ജനങ്ങളിലെത്താൻ താമസമുണ്ടാവില്ല. ഇതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം, രാഷ്ട്രപതിയെക്കുറിച്ച് പ്രകടന പത്രികയിൽ ഒരു പരാമർശം കാണുന്നില്ല. വിട്ടുപോയതാണോ എന്നറിയില്ല. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ തന്നെയും രാഷ്ട്രപതിയുടെ അധികാരം വെട്ടിച്ചുരുക്കേണ്ടതായി ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രപതിക്കെതിരെ ഹർജിയുമായി സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരില്ല. ഇത് പ്രകടന പത്രികയിൽ ഇല്ലെങ്കിലും ഭൂരിപക്ഷം കിട്ടിയ ശേഷം പാർട്ടി ഇത് പരിഗണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്ത കാര്യം, കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. ഈ ഫണ്ടിങ് പൂർണ്ണമായും നിരോധിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയും കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പാടില്ല. അതിൻ്റെ അർത്ഥം കോർപ്പറേറ്റുകൾ രക്ഷപ്പെട്ടു, ഇനി ഒറ്റ പൈസ ആർക്കും കൊടുക്കണ്ട എന്നല്ല. ഇലക്ഷൻ്റെയും മറ്റും ആവശ്യങ്ങൾക്കായി സ്റ്റേറ്റ് ഇലക്ട്രൽ ഫണ്ടുകൾ രൂപീകരിക്കും. കോർപ്പറേറ്റുകൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായി ഈ സ്റ്റേറ്റ് ഇലക്ട്രൽ ഫണ്ടുകളിലേക്ക് സംഭാവന ചെയ്യണം. ഈ ഫണ്ടുകളെല്ലാം സ്റ്റേറ്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുക. അതോടെ പണാധിപത്യം ദുർബലപ്പെടുകയും ജനാധിപത്യം ശക്തിപ്പെടുകയും ചെയ്യും. പിന്നെ അടുത്തത്, പാർലമെന്റിൽ സ്ത്രീകളുടെ സംവരണം ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്കും പ്രത്യേക ഊന്നൽ നൽകും. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച നിയമങ്ങൾ ശക്തിപ്പെടുത്തും. കോടതിയിൽ നീതി കിട്ടാതെ പോയാൽ പാർട്ടി കമ്മീഷനുകളെ സമീപിക്കാം. ഇതോടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും സ്ത്രീകൾക്ക് കേരളത്തിലെ പോലെ തന്നെ നിർഭയമായി സഞ്ചരിക്കാം. ഇനി അടുത്തത് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ്. പൊതുമേഖലയിലെ പോലെ സ്വകാര്യ മേഖലയിലും റിസർവേഷൻ കൊണ്ടുവരും. അതായത് സ്വകാര്യ മേഖലയിൽ ഇപ്പം നടന്നു വരുന്നത് പോലെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആൾക്കാരെ ജോലിക്ക് വയ്ക്കാൻ പറ്റില്ല. നിലവിൽ കമ്പനികളെല്ലാം വ്യക്തിയുടെ കഴിവും മാർക്കുമൊക്കെയാണ് ജോലിക്ക് മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെയും ഇനി സംവരണം കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് 100-ൽ 95 മാർക്ക് നേടിയ ഒരു സവർണനെ പിന്തള്ളിക്കൊണ്ട് 45 മാർക്ക് നേടിയ ഒരു ദളിതൻ സോഫ്റ്റ്വെയർ കമ്പനികളുടെ CEO ആവുന്ന കാലം വിദൂരമല്ലെന്നർത്ഥം. ഇതിനൊക്കെയായി ഒരു ജാതി സെൻസസും ഉടനെ നടത്തുന്നതായിരിക്കും. ഇനി അടുത്തത്, തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കും.
തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിലില്ലാ വേതനവും മുടങ്ങാതെ നൽകും. ഇനി അടുത്തത് എന്നും വർഗശത്രുക്കളായിരുന്ന കുത്തകകളെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിനായി ഇവരുടെ കയ്യിൽ നിന്ന് സൂപ്പർ ടാക്സും വെൽത്ത് ടാക്സും ഇൻഹെറിറ്റൻസ് ടാക്സും ഈടാക്കും. അതോടെ കുത്തകകൾ ഇല്ലാത്ത കാലം അഥവാ ക്ലാസ്ലെസ് സൊസൈറ്റി രൂപീകൃതമാവും. അതോടെ കാൾ മാർക്സിന്റെ ആത്മാവ് പരലോകത്തിൽ ഇരുന്ന് സന്തോഷിക്കും. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ പരലോകവും ആത്മാവും ഇല്ലെങ്കിൽ കൂടിയും. അടുത്തതായി കേന്ദ്രം പിരിക്കുന്ന നികുതിത്തുകയുടെ 50% സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകും. പിന്നെയുള്ളതൊക്കെ ഇന്ത്യ മുന്നണിയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ CAA റദ്ദാക്കുന്നതും കാശ്മീരിൽ 370 പുനഃസ്ഥാപിക്കുന്നതും നാണ്യവിളകളുടെ താങ്ങുവിലയുമൊക്കെ പെടും. പിന്നെയുള്ളത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. ഏതായാലും വിപ്ലവകരമായ ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക വഴി ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറുന്ന ദിവസം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.